എല്ലാവർക്കും സുഖം ചേർക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതായത് ഹസ്ബൻഡ് വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആ വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് മോർണിംഗ് റുട്ടീനൊക്കെ കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോസായിട്ട് ഇടാൻ വേണ്ടി മാക്സിമം നോക്കാം. അപ്പം മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ കേട്ടോ. എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ക്ലീൻ ചെയ്യാൻ നിന്നു കേട്ടോ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് വർക്കില്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് സൺഡേ ആണ്, അതുകൊണ്ട് വർക്കില്ല. ഇപ്പം ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞു എനിക്ക് വർക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നതെന്നൊക്കെ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനൊരു മൈൻഡ് കോച്ചാണ്, കൗൺസിലറാണ് കേട്ടോ. ഓൺലൈനായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓൺലൈനായിട്ട് കോച്ചിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോസിലോ അല്ലെങ്കിൽ ഈ വീഡിയോസിലോ തന്നെ ഞാൻ പറയാൻ നോക്കാം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ചിങ് എന്ന് പറയുന്നത് ഒന്ന് ബെറ്റർ യു, അതായത് നമ്മളെ കുറച്ചും കൂടി ബെറ്റർ ആക്കുക, മികച്ചൊരു വ്യക്തിയാക്കി മാറ്റുക. അതിനുള്ള 1 വർഷത്തെ മെമ്പർഷിപ്പിൻ്റെ ഒരു കോച്ചിങ് നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ 1 വർഷം നിങ്ങളെ മികച്ചൊരു വ്യക്തിയാക്കാനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് അവിടെ തന്നുകൊണ്ടിരിക്കും. ആഴ്ചയിൽ 1 ദിവസം ക്ലാസ്സും ബാക്കിയുള്ള ദിവസങ്ങളിലെ ടാസ്ക്, ചാലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവും കേട്ടോ. അത് ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ ഓരോരാൾ ചെയ്ത് അതിടുന്ന കാണുമ്പോൾ നിങ്ങൾക്കും ചെയ്യാം. ചില ആൾക്കാർക്ക് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ വരാത്തത്? നമ്മൾ ഇത്രയൊക്കെ മോട്ടിവേഷൻ കേട്ടിട്ടും ഇത്രയൊക്കെ നമ്മൾ വോയിസ് അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല? അതിൻ്റെ ഒരു കാരണം നമ്മൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ എപ്പോൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് ആവാൻ വേണ്ടി നോക്കാം, അല്ലെങ്കിൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടു, ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ്, ഒരുപാട് ബുക്ക് വായിച്ചിട്ടു, എന്നിട്ട് പക്ഷേ ആക്ഷൻ എടുക്കാൻ നിങ്ങളെക്കൂടെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബുക്ക് വായിച്ചതും നിങ്ങൾ കണ്ട വീഡിയോസൊക്കെ വേസ്റ്റാണ്. നമ്മൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 ബുക്ക് വായിച്ചതിൻ്റെയും 1000 വീഡിയോസ് കണ്ടതിൻ്റെയും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. നിങ്ങൾ എത്ര വീഡിയോസ് കാണുന്നോ, എത്ര ബുക്ക് വായിക്കുന്നോ എന്നല്ല, നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഇപ്പം എല്ലാവരും ചെയ്യുന്ന എനിക്കൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഞാൻ പോസിറ്റീവ് ആണെന്നൊക്കെ ചിന്തിക്കുക, എനിക്ക് മാറണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം എല്ലാവരും ചെയ്യും യൂട്യൂബ് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യും മോട്ടിവേഷൻ വീഡിയോ എങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത് സെർച്ച് ചെയ്ത് കണ്ടിട്ട് പിന്നെ ചെയ്യാമെന്ന് വെക്കും. പക്ഷെ നമ്മൾ ചെയ്യൂല അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളെക്കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലാസ് ആഴ്ചയിൽ 1 ദിവസവും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഡെയിലി ടാസ്കും ചാലഞ്ചൊക്കെ തന്നിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ ആക്ഷൻ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഫ്രീ ക്ലാസ്സാണ് കേട്ടോ. 21 ദിവസത്തെ ഫ്രീ ക്ലാസ്സാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മടുപ്പ് തോന്നുക, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരേ കാര്യം നമുക്ക് ലൈഫിലൊരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നത്, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഹാപ്പി ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം സെൽഫ് ലവ് ഇല്ലാത്തതായിരിക്കും. അപ്പം സെൽഫ് ലവ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ളത് ഓരോ ക്ലാസ്സും ഡെയിലി 21 ദിവസം ക്ലാസ്സും ടാസ്കും
തന്നിട്ടാണ് നിങ്ങളെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ വെറും മോട്ടിവേഷൻ വീഡിയോ അല്ല, നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ 4 ഹാപ്പി ഹോർമോൺ ഉണ്ടല്ലേ, കെമിക്കൽ ഹോർമോൺ ഉണ്ട് 4. ആ 4 ഹാപ്പി ഹോർമോൺ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിനുള്ള ടെക്നിക്കും കാര്യങ്ങളും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാസ്കും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ മറന്നു പോകുന്നതും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇതിൽ വന്നതോടുകൂടി നിങ്ങൾ ചെയ്യുകയാണത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കോച്ചിങ് ആയിട്ട് കൊടുക്കുന്നത്. റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, വിവാഹ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കോച്ചിങ്. പിന്നെ ബെസ്റ്റ് പാരൻറ്റിങ്, അതായത് പാരൻറ്റിങ് നിങ്ങൾക്ക് മികച്ചതാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കോച്ചിങ്. പിന്നെ അതേപോലെ കൗൺസിലിങ്, സെൽഫ് ഗൈഡിങ്, ഇതൊക്കെയാണ് നമ്മുടെ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓഫ്ലൈൻ ഇല്ല, എല്ലാം ഓൺലൈനാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. അതിലൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ചോറ് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറം പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒന്ന് കാച്ചാണ് കേട്ടോ. ആദ്യം കാച്ചിട്ടാണ് പരിപ്പിടുന്നത്. ഒരു എളുപ്പപ്പണി എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞണ്ട് പൊരിക്കാനിടുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പം നമ്മുടെ പണിയും പെട്ടെന്ന് തീരും, സമയവും നമുക്ക് ഒരുപാട് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പുറം പരിപ്പ് വെച്ചു, അപ്പുറത്തുനിന്ന് ചോറ് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞണ്ട് പൊരിക്കാനിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കളിക്കുന്നതൊക്കെ നോക്കിയിരുന്നു. സൺഡേ എന്ന് പറയുന്നത്, സൺഡേ ആൻഡ് ഫ്രൈഡേ, ഇത് രണ്ടും എനിക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് കേട്ടോ. അതായത് ഈ ദിവസം ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ എന്നെ പുഷ് ചെയ്യാറില്ല. എന്താ തോന്നുന്നത് അത് ചെയ്യാം. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്നത് ഉപ്പുമുളകാണ് കേട്ടോ. അതായത് കക്കിരി ഉപ്പുമുളകി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പുമുളകാക്കി വെക്കാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, കുറേ കുട്ടികളുണ്ട്. അപ്പുറത്തെ വീട്ടിലും ഒക്കെ കുറേ കുട്ടികളുണ്ട്, കളിക്കാൻ വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് തിന്നുമ്പോൾ ഒരു രസമല്ലേ. അപ്പം അങ്ങനെ കക്കിരി ഉപ്പുമുളകാക്കിയിട്ട് തിന്നാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ചോറ് കഴിക്കാൻ സമയമായതുകൊണ്ട് പിന്നെ ചൂടുവെള്ളം വെക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ മധുരക്കിഴങ്ങുണ്ടല്ലോ, അത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ഉണ്ട പിടിക്കുക. ഓരോ നാട്ടിലും ഓരോന്നായിരിക്കില്ലേ, ഇവിടെ ഉണ്ട പിടിക്കുക, നമ്മളിങ്ങനെ ലഡു പോലെ ആക്കാമല്ലേ, അത് ആക്കാണ് കേട്ടോ. അപ്പം മധുരക്കിഴങ്ങ് പൂങ്ങിയതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുത്തു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു.
പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, കാരണം മധുരക്കിഴങ്ങിൽ മധുരം കുറവുള്ളത് കൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഈ ലഡുവിൻ്റെ ഒക്കെ ഷേപ്പാക്കുന്നത് പോലെ നമ്മൾ ഷേപ്പാക്കിയെടുത്തു, റൗണ്ടാക്കി എടുത്തു. പിന്നെ അതൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കാൻ പോയിട്ടോ. ഇത് ഞാൻ ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, ചില വീഡിയോസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കൊക്കെ ചെയ്തിട്ടാണ് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങൾ ഈ മധുരക്കിഴങ്ങ് പൂങ്ങിയിട്ട് ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തത് വൈകുന്നേരം എഴുന്നേറ്റതിന് ശേഷമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിംഗൊക്കെ ചെയ്തു, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് നമ്മുടെ ഈ പരിസരത്ത് രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഫോണിൻ്റെ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാണ് കേട്ടോ സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് വന്നു കേട്ടോ. ഞാൻ അതൊക്കെ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്തായാലും ഗേൾസിന്, പൊതുവേ സ്ത്രീകൾക്ക് നമുക്ക് ഈ പാത്രങ്ങളോടും അതൊക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ബാക്കി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ വന്ന നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. രാത്രി ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പുറത്തുനിന്ന് മസാലക്കുള്ള ഉള്ളി കുക്കറിലിട്ടിട്ടുണ്ട്. ഇപ്പുറം നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ എനിക്ക് എന്താണോ ആ സമയത്ത് തോന്നുന്നത് അതങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാറില്ല ഈ ഞായറാഴ്ചയും ഫ്രൈഡേയും. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വർക്ക് ഉണ്ടാവും, പഠിക്കാനുണ്ടാവും. അപ്പോൾ 11 മണി മുതൽ 12:30 12:45 വരെ, പിന്നെ 3 മണി മുതൽ 4:30 5 മണി വരെ, പിന്നെ അത് കഴിഞ്ഞ് മഗ്‌രിബ് പങ്കെടുക്കുന്ന സമയത്ത് 7:30 മുതൽ 8 മണി വരെ, അത് കഴിഞ്ഞ് 9 മണി മുതൽ, ചില സമയത്ത് 9 മണിക്ക് ഉണ്ടാവും, ചില സമയത്ത് 9 മണിക്ക് ഉണ്ടാവില്ല. പിന്നെ രാവിലെ സെൽഫ് ലവിൻ്റെ ക്ലാസ്, ഇതൊക്കെ ആയിട്ട് പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് നമ്മളെ ജോലിയും തീർക്കാനുണ്ട്, വീട്ടിലെ പണികൾ തീർക്കാനുണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് കഴിഞ്ഞവിടെ അടുത്തത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അത്ര പ്രയാസമായിട്ട് തോന്നില്ല. പക്ഷെ എല്ലാം ഞാൻ ചെയ്ത് തീർക്കാൻ നോക്കാറുണ്ട് മാക്സിമം ബാക്കിയുള്ള ദിവസങ്ങളിൽ. അപ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുമല്ലോ ചില ദിവസങ്ങളിൽ. അപ്പോൾ നമ്മളൊന്ന് റീചാർജ് ചെയ്യാനുള്ള ഒരു ഡേ നമുക്ക് എന്തായാലും കൊടുക്കണം. ഇപ്പോൾ എത്ര ആൾക്കാർ ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജോലി ചെയ്യണം ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഒരു ഡേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒന്ന് റീചാർജ് ആവാൻ വേണ്ടി നമ്മൾ ഫ്രീ ആവണം. അപ്പോൾ ഈ 2 ദിവസങ്ങളിലാണ് ഞാൻ അധികം എനിക്കെന്താ തോന്നുന്നത്, ചില ദിവസങ്ങളിൽ എന്തൊക്കെയോ ചെയ്യാൻ തോന്നും, ഒരുപാട് പണിയെടുക്കാൻ തുടങ്ങും, ക്ലീനിങ്ങിന് കുറേ സമയം ചിലവഴിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ പല സമയത്തും പലതാണ് കേട്ടോ ഈ സമയത്ത് തോന്നാം. ചില സമയത്ത് ചില ദിവസങ്ങളിൽ, ചില ഞായറാഴ്ച അല്ലെങ്കിൽ ചില ഫ്രൈഡേ ഒക്കെ ഒന്നും ചെയ്യാതെ വെറുതെ കടന്നുറങ്ങിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. ആ ദിവസം ഈ 2 ദിവസം ഒരിക്കലും എന്നെ ഫോഴ്സ് ചെയ്യാറില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എന്തായാലും ചെയ്ത് തീർക്കാനുള്ള ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അതേപോലെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ചെയ്യൂട്ടോ. അല്ല മറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യാറില്ല. ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോ, അത്രയേ ഉള്ളൂ. നമ്മുടെ മൈൻഡിൻ്റെ പവറൊക്കെ നോക്കിയിട്ടാണ് നോക്കുക. അത് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ മൈൻഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണൊക്കെ നമ്മൾ ചാർജ് ചെയ്യാറില്ലേ, എന്തിനാ
അത് പിന്നെയും പിന്നെയും നമുക്ക് യൂസ് ചെയ്യാനാണ്. പവർ ഓഫായ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേപോലെ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഡേ ആയിട്ടാണ് 2 ദിവസം ഞാൻ കാണുന്നത്. ചില ദിവസങ്ങളിൽ ഈ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലും ഭയങ്കര മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിലും ഞാൻ ഇതേപോലെ കുറച്ച് സമയം അല്ലെങ്കിൽ ആ ദിവസം ഒന്ന് ഫ്രീ ആവാൻ നോക്കും, മൈൻഡ് കാമാക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെയാണ് കേട്ടോ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് മസാല ആകുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ആക്കാണ് കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആദ്യം പൊരിച്ച്, സാധാരണ നമ്മൾ പൊരിച്ച ആ എണ്ണയ്ക്ക് തന്നെയാണല്ലോ മസാലക്കുള്ള ഉള്ളിലേക്ക് വഴറ്റുക. ഇത് പെട്ടെന്ന് ആവണം എന്നുള്ളത് കൊണ്ട് എല്ലാം വേഗം പെട്ടെന്ന് ആക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ കിടന്നുറങ്ങി കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.